കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. ഇപ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളും വെച്ചുമാണ് ഇതുപോലൊരു സ്റ്റോറിയോ സ്റ്റാറ്റസ് ഒക്കെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇവരാരും ഹീറോസ് ആയിട്ട് മാറിയതില്ലേ അവർ തോറ്റുപോയത് കൊണ്ട് മാത്രമല്ല, അവരെ ഹീറോസ് ആക്കി മാറ്റിയതില്ലേ ആ അവസാന നിമിഷം വരെ തോറ്റു കൊടുക്കൂല എന്നുള്ള അവരുടെ ഒരു ദൃഢനിശ്ചയമാണ്, അവരുടെ ഒരു മനസ്സാണ് അവരെ ഹീറോസ് ആക്കി മാറ്റിയത്. ഇപ്രാവശ്യം കേരളത്തിൽ റിസൾട്ട് വന്ന സമയത്ത് 1,24,135 എന്ന അപകടകരമായ ഒരു നമ്പറാണ് നമ്മൾ കണ്ടത്, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള കാറ്റഗറിയിൽ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര പൊള്ളിയില്ല എന്നുണ്ടെങ്കിലേ, ഇത്രയും പേരാണ് ഈ വർഷം കേരളത്തിൽ ഫെയിലായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ തോറ്റു പോയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൊള്ളുന്നില്ലേ? അങ്ങനെ പൊള്ളുന്നവരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇപ്രാവശ്യം ഫെയിലായി പോയിട്ടുള്ളത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഈ 2 ടൈപ്പ് ആൾക്കാർ തന്നെയാണ് ഫെയിൽ ആവാറുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടോ, അല്ലെങ്കിൽ നമുക്ക് വല്ല ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്ക് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആവുന്ന സമയത്തോ, നമുക്ക് വല്ല മാനസികമായ സംഘർഷങ്ങൾ വരുന്ന സമയത്തോ, എന്തെങ്കിലും സിറ്റുവേഷൻസ് കാരണം ഈ എക്സാം എഴുതാൻ പറ്റാതാവുകയോ, അല്ലെങ്കിൽ എക്സാം നമുക്ക് വിചാരിച്ച രീതിയിൽ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്, അത് നമുക്കറിയാം, നമ്മളിത് അത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് നാളെ ആവട്ടെ എന്ന് വെച്ചിട്ട് ഇത് നമുക്ക് തലക്ക് മീതെ നമുക്ക് എടുത്താ പൊങ്ങാത്ത ഭാരമാവുന്നത് വരെ നമ്മൾ ഈ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മൂത്ത 2 കാള കളിക്കുന്ന 2 പ്രശ്നേഷ് കുമാരനോ കുമാരികളോ നിങ്ങളുടെ ഇടത്തും വലത്തും ഉണ്ടാവും. അവർ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ചിലപ്പോൾ ഇത് അത്ര സീരിയസ് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ പാസ്സായിട്ടുണ്ടാവും, റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കാരണങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ളതായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ വന്നിട്ട് നിങ്ങൾ ഫെയിൽ ആയതായിക്കോട്ടെ, അതല്ല നിങ്ങൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളായിക്കോട്ടെ, നിങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കഥ പറയാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്ന പരിഹാരമായിട്ടാണ്. എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. വേറെ മാഞ്ഞാളോ വേറെ വർത്താനൊന്നുമില്ല. എന്താണ് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ 1,24,135 പേരിലല്ലേ നല്ലൊരു ശതമാനം ആൾക്കാർ ഫെയിൽ ആയിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അത് ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇംഗ്ലീഷ് സേ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നേ ഇനി നിങ്ങൾ വല്ല കല്യാണത്തിനോ അടിയന്തരത്തിനോ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൊച്ചച്ഛനോ വല്യച്ഛനോ എളാപ്പയോ മൂത്താപ്പയോ അമ്മൂമ്മയോ അമ്മായിയോ ഒക്കെ വന്ന് ചോദിക്കും, അല്ല അപ്പോൾ ഇവനപ്പം എന്താ ചെയ്യുക, അവൻ തോറ്റല്ലോ, അവനെ ഇനി ദുബായിക്ക് പാക്കപ്പ് ചെയ്യാനും പറ്റൂല, അല്ല ഇവളപ്പം എന്താ ചെയ്യുക, അവളഞ്ഞിപ്പോൾ കെട്ടിച്ചു വിടാൻ പറ്റുമോ, ഇവള് തോറ്റല്ലോ എന്നാ പറയാ. ഒരാരും നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നൊന്നും സ്റ്റൈലായിട്ട് പറയില്ല, അവർ തോറ്റു എന്നേ പറയുള്ളൂ. അവർ നിങ്ങളെ മുഖത്ത് നോക്കി തോറ്റു എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് കൊള്ളൂലേ, അപ്പോൾ നമുക്ക് ഇത്തിരി പൊള്ളൂലേ. അങ്ങനെ കൊള്ളിക്കാനും പൊള്ളിക്കാനും മാത്രം നടക്കുന്ന കുറച്ച് ഫ്രണ്ടുക്കളും ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അവരോടൊക്കെ പോയിട്ട് പറയാ, സേ എന്ന് പറയുന്ന ഒരു എക്സാം കൂടെ ഉണ്ട് കളവാ, അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൂടെ എനിക്കൊരു ചാൻസ് ഉണ്ട്, അത് എഴുതി ഇതാലും എനിക്ക് പാസ്സാവാൻ പറ്റുന്നുള്ളത് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റണം. പക്ഷേ അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യനല്ലേ ഒരു കുഴിയിൽ നിന്ന് ഒരേ പാമ്പ് 2 തവണ കടിക്കാൻ വേണ്ടി പാടില്ല എന്ന് വെച്ചാലേ പറ്റിയ അബദ്ധം ഇനി ഒരിക്കൽ കൂടെ പറ്റാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ 1,24,135 പേരിൽ നിങ്ങൾ ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തോറ്റുപോയ സബ്ജക്റ്റ്, നിങ്ങൾ ഫെയിലായി പോയ സബ്ജക്റ്റ്, നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് അച്ചടിച്ച് വന്ന ആ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. നമുക്ക് 16ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് 16ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് ഒരു നിസ്സാരമായ നമ്പർ അല്ല. നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ തോന്നും, കാരണം നമ്മൾ ഇത് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നാളെ എന്ന് വെച്ചിട്ട് നമ്മൾ 16 ചാപ്റ്റർ തലേ ദിവസം നോക്കിയിട്ട് എടുത്താൽ പൊങ്ങിയിട്ടുണ്ടാവില്ല. ഇനി ചാപ്റ്റേഴ്സ് കൂടാതെ തന്നെ നമ്മൾ കുറച്ച് ഡിസ്കോഴ്സുകൾ കൂടെ അറിഞ്ഞിരിക്കണം. ഏകദേശം 17ഓളം അല്ലെങ്കിൽ ഒരു +3 ഒരു 20ഓളം ഡിസ്കോഴ്സുകൾ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമറും ഉണ്ട്, ഏകദേശം ഒരു 10ഓളം ഗ്രാമർ ടോപ്പിക്കുകളുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതല്ല, ഇത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത്. അതൊക്കെ അങ്ങോട്ട് വിട്ടേക്ക്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ അരിച്ച് പെറുക്കി പഠിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കൂല, അതിനുള്ള സമയമില്ല, അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് സമ്മറി മാത്രം മതി. ഒരു ചാപ്റ്ററിൽ നിന്ന്
ആറ്റിക്കുറുക്കിയെടുത്തിയ ആ ഒരു എക്സാമിന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇത്തരം എക്സാം പോയിന്റുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്ന 70% ക്വസ്റ്റ്യൻസും അത് റിപ്പീറ്റഡ് ആയിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മളോട് ചോദിച്ചു വരുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു പുതുമയില്ല. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തേ മതിയാവൂ. അതിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കി ഒരു 20% നമ്മൾ ഞെട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ്. അയ്യോ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. ആ പറഞ്ഞ സാധനം ഈ 20% വരെയുള്ളൂ. ഈ 70% പോരെ നമുക്ക് പാസ്സാവാനെങ്കിൽ ഇതുവരെ. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റൂല. ഈ 70% തന്നെ നമുക്ക് പാസ്സാവുന്നതിൽ എത്രയോ മുകളിലാണ്. നമ്മൾ ഞെട്ടിക്കുന്നത് 20%-ന്റെ താഴെയാണ്. ഒരുവിധം ഡിസ്കോഴ്സുകളും സമ്മറിയൊക്കെ ചാപ്റ്റർ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നുള്ളത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ആ 20% ഞെട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ബാക്കി ഒരു 10-15% ഗ്രാമർ വരുന്നത്. ഇനി ഗ്രാമർ അറിയില്ലല്ലോ സാറേ എന്ന് നിലവിളിക്കാൻ നിൽക്കണ്ട. ഈ 15% എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കമ്പയർ ചെയ്യുമ്പോൾ ഇനി 15%-ൽ 1% പോലും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എത്രയോ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഡിസ്കോഴ്സുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള PYQയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും. ഇനി ഇതെല്ലാം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ്, ഇനി നമുക്ക് ഡിസ്കോഴ്സുകളിൽ വരുന്ന ഗ്രാമറുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. അപ്പം നിങ്ങൾക്കിത് എവിടെ കിട്ടും, എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും, എന്ന് തുടങ്ങും എന്നുള്ള സംശയത്തിലൊക്കെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിലേ നമ്മളിതേ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സേ എക്സാമിന് എക്സ്ക്ലൂസീവ്ലി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സേ ടു സക്സസ് എന്നുള്ളതാണ് ഈ ബാച്ചിന്റെ പേര്. മെയ് 30-നാണ്, അതായത് ഈ മാസം 30-നാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ട്രീം നിങ്ങൾ ഫെയിലായി പോയിട്ടുള്ള, നിങ്ങൾ അല്ലെങ്കിൽ ഫെയിലായി പോകുമ്പോൾ നിങ്ങൾക്ക് അന്ന് പറയുമ്പോൾ ഇത്തിരി കൊള്ളുന്നുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് അച്ചടിച്ച് വന്ന ആ സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. റിഗറസ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇനി ആ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട. ആ സബ്ജക്റ്റ് നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചതായിക്കോട്ടെ പഠിക്കാത്തതായിക്കോട്ടെ, അതിൽ തറവായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇംഗ്ലീഷിൽ ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ, ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ, ടോപ്പിക്കുകളിലൊക്കെ നിങ്ങൾക്ക് വൺ ഷോട്ട് സീരീസും നിങ്ങൾക്ക് ആപ്പിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അത് വേറൊരു കാര്യം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ത്രൂ ഔട്ട് ജേണി, ഇനി എന്നാണോ സേ എക്സാം വരുന്നത് ആ ഒരു ദിവസം വരെ, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം വരെ നിങ്ങളുടെ കൂടെ കട്ടക്ക് കൂടെ നിൽക്കാൻ നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൂടെ തന്നെ ഈ മെൻറ്ററും കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സേ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടും. ഇത്രയും എക്സാമുകൾ നമ്മൾ എഴുതിയതിൻ്റെ ഒരു പ്രാക്ടീസും ആത്മവിശ്വാസവും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിനൊരു ഓഫർ പ്രൈസ് ആയിട്ട് ഇപ്പോൾ വരുന്നത് 999 ആണ് ഒരു സബ്ജക്റ്റിന്. 999 രൂപയാണ് ഇപ്പോൾ നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 30-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഈ ലിങ്കിലൂടെ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റിലേക്ക് അവർ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. അതിൽ കോഴ്സിൻ്റെ കാര്യങ്ങളും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോഴ്സിൻ്റെ പ്രൈസും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൻ്റെ പ്രൈസും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ സൈഡിലായിട്ട് ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫുൾ നെയിം വിത്ത് ഇനീഷ്യൽ നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐഡിയും നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങളിപ്പോൾ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് സ്വന്തമായി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെയോ നിങ്ങളുടെ കുടുംബക്കാരുടെയോ ആരുടെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. ഈ ഇമെയിൽ ഐ ഡിയിലാണ് നിങ്ങളുടെ ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഫോൺ നമ്പർ ഫില്ല് ചെയ്ത സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നമ്പറാണ് നിങ്ങളുടെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. ആപ്പിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ നമ്പറാണ് യൂസ് ചെയ്യുക. അപ്പോൾ വേറെ ആരുടെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാലോ തെറ്റിപ്പോയി കഴിഞ്ഞാലോ ആ നമ്പറിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക. ഈ നമ്പറിൽ OTP വരുന്ന നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കണം.
അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്ട്രീം കൊടുക്കലാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ട്രീം കൊടുക്കലാണ്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾ ഫെയിലായി പോയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം, സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റിൻ്റെ ടാബിലേക്ക് നിങ്ങൾക്ക് റീഡയറക്റ്റ് ആവും. ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ഫോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് അടച്ചു തീർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ് കേട്ടോ. അവസാനമായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ അവസാനമായിട്ട് ഒരു കാര്യം പറയട്ടെ. ഇതുവരെ നിങ്ങളിത് എത്ര സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ബലൂൺ വീർപ്പിക്കാനൊന്നും അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു റിയാലിറ്റിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളെ കൊള്ളിക്കാനും പൊള്ളിക്കാനൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ടുക്കളും കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസാനത്തെ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ, കാരണങ്ങൾ അങ്ങോട്ട് വിട്ടേക്കും. ഇനിയിപ്പോൾ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് കഥ പറയാൻ നമുക്ക് തീരെ സമയമില്ല. ഇത് നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന, ഈ ഒരു കൂട് പൊളിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു സമയമുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ റൈറ്റ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അങ്ങനെ ഒരു കേസ് വരുത്താതിരിക്കുക. ഞാനിപ്പോൾ +2 കഴിഞ്ഞിട്ട് അങ്ങനെ 10-15 വർഷമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏകദേശം എനിക്കിത് റിലേറ്റബിൾ ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, അടുത്ത മാസമല്ല, അടുത്ത ആഴ്ചയല്ല, നാളെയല്ല, ഇന്നാണ് ആ റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടത്. ആ റൈറ്റ് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ബൈ.